നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ആളുടെ മുന്നിലാണ്. ചേർത്തല, അതായത് ശശികല എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു ശബ്ദ സന്ദേശത്തിന്, അതുപോലെ തന്നെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ്റെ കൂട്ടാളിയായിരുന്നു ഫ്രാങ്ക്ലിൻ എന്നുള്ളതാണ്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ശശികലയുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് അവർക്ക് പറയാനുള്ളത് കേട്ടു. അപ്പോൾ ഫ്രാങ്ക്ലിന് എന്താണ് പറയാനുള്ളത് എന്ന് മാത്രം നമ്മൾ കേൾക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അയൽവാസിയായിരുന്നു, അവർ തമ്മിലൊരു ചെറിയ ശത്രുത ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്കതിൻ്റെ ബോധ്യപ്പെട്ടു. പക്ഷേ അതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഫ്രാങ്ക്ലിൻ എന്താണ് പറയാനുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് തൊട്ട് ഓപ്പോസിറ്റുള്ള ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചു. അതുപോലെ അയൽവാസികളോടൊക്കെ ഞങ്ങൾ ചോദിച്ചു, കൂട്ടുകാരോട് ചോദിക്കുന്നു. അപ്പോൾ അവരാരും ഇദ്ദേഹത്തിൻ്റെ നമ്പർ പോലും തരാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തോട് ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാം. കാരണം നമ്മളൊരു സൈഡ് മാത്രം കേട്ടുകൊണ്ടല്ലല്ലോ ഒരു വാർത്ത മെനയേണ്ടത് എന്നുള്ള ഒരു ആത്മാർത്ഥത കൊണ്ടാണ് ഞങ്ങൾ ഈ വീടിന് മുന്നിൽ വന്നു. അപ്പോൾ ഈ ഇവിടുത്തെ പുള്ളിക്കാരൻ്റെ വൈഫിനോട് നമ്മൾ സംസാരിക്കുന്നു. അത് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒഴിവാക്കുകയായിരുന്നു ചെയ്തത്. എന്തായാലും ഈ ഒരു കേസിലെ ദുരൂഹത എന്ന് പറയുന്നത്, ഒരിക്കലും സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളിന് ഒറ്റയ്ക്ക് ഈ കൊലപാതകം ചെയ്യാൻ കഴിയില്ല, ഇത്രമാത്രം കൊലപാതകങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ആ രീതിയിൽ ഒരു നിമിഷം കൊണ്ട് പണക്കാരനായ ഒരാളാണ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ആൾ എന്ന് ഇവരെ നാട്ടുകാരെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ഫ്രാങ്ക്ലിന് ഈ പണം ഉണ്ടായത് എന്നുള്ളത് ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അത് എനിക്ക് ഇൻകം ടാക്സിൻ്റെയൊക്കെ പ്രശ്നം വരും എന്ന്, അതുകൊണ്ട് ഏത് സമയത്തും ഞാനൊരു ജാമ്യക്കാരനെയും ഒക്കെ തയ്യാറാക്കിയാണ് ഇരിക്കുന്നത് എന്ന് ഇദ്ദേഹം തന്നെ എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ കരമടച്ച രസീതൊക്കെ ഒരാളെ ജാമ്യത്തിന് എപ്പോഴും എടുത്താണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഭയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഈ പണം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഭയപ്പെടുന്നതും അദ്ദേഹം ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇവർ തമ്മിൽ ബിന്ദു പത്മനാഭൻ്റെ കേസിൽ ബിന്ദു പത്മനാഭൻ്റെ തിരോധാനത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ പണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ എന്തായാലും ഇതിനകത്തൊരു വലിയ ദുരൂഹതയുണ്ട്. നിങ്ങൾക്ക് പുറകിലുള്ള വീട് ഞാനിപ്പം കാണിക്കാം. ആ വീട് കണ്ടോളൂ. വളരെ വലിയ ഒരു വീടാണ്. ഒരു ധനാഢ്യനായ ജീവിക്കാണ്, കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് എങ്ങനെയാണ് ഈ പണം ഉണ്ടായത് എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനോട് പറയേണ്ടി വരും. പക്ഷേ ഈ ശശികല എന്ന് പറയുന്ന ആൾ നേരത്തെ ഈ ശബ്ദ സന്ദേശം, ഈ വിവരങ്ങളും പോലീസിനെ അറിയിച്ചിട്ട് പോലീസിലേക്ക് ഇവർ സ്വാധീനം ചെലുത്തി ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ ഇവർക്കത് മനസ്സിലായി, ഇതിനി പത്രമാധ്യമങ്ങളിലൂടെ കൊടുത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടില്ലെങ്കിൽ വീണ്ടും പോലീസ് ഉരുണ്ട് കളിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അവരിപ്പോൾ ശക്തമായി മുന്നോട്ട് വന്ന് ഈ ശബ്ദ സന്ദേശം പുറത്തുവിടുകയും അവർ കൃത്യമായി ഫ്രാങ്ക്ലിനെതിരെ മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളത്. അവർ ഒരു തയ്യൽക്കട നടത്തി ജീവിക്കുന്ന സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ഒരു ആത്മാർത്ഥത മാത്രമായിട്ടാണ് നമ്മളിതിനെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ മരണത്തിന്, ഈ ആത്മഹത്യ, ഈ കൊലപാതകത്തിന്, ഈ ക്രൂരമായ കൊലപാതകത്തിൽ ഒരു തുമ്പുണ്ടാക്കാൻ ഈ ഫ്രാങ്ക്ലിനെയും അതേപോലെ തന്നെ സോഡാ പൊന്നപ്പനെയും അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോഴും പോലീസ് സമ്മതിക്കുകയാണ്. ഈ നിമിഷം വരെ, ഇപ്പോൾ ഈ 11 മണി കഴിഞ്ഞിരിക്കുന്നു, അപ്പം ഈ സമയം വരെ ഇവിടെ ആരും വന്നിട്ടില്ല, ഒരു പോലീസുകാരും വന്നിട്ടില്ല. ഇവർ ഒളിവിൽ പോകുമ്പോൾ ഇവരെ അന്വേഷിച്ച ഒരു സംഘമായിട്ട് പുറകെ പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് പോലീസ്. അതുകൊണ്ട് നമുക്കിതൊക്കെ പറയാൻ കഴിയുന്നുള്ളൂ. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം ഇതുവരെ തൃപ്തികരമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഫ്രാങ്ക്ലിൻ്റെ കേസിൽ ഫ്രാങ്ക്ലിനെ ചോദ്യം ചെയ്യാത്തത്, ഫ്രാങ്ക്ലിനെ എന്തുകൊണ്ടാണ് കൊണ്ടുപോകാത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല. അതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.